എന്താ പറയുക, വിനായക ചതുർത്ഥി ഗണേശോത്സവം ആയതുകൊണ്ട് കുറച്ച് ഇന്ത്യൻസ് എല്ലാവരും കൂടെ ഇവിടെ വിനായകരെ ഇതെന്താ പറയുക ഈ നദിയിൽ കൊണ്ടൊഴുക്കാനുള്ളൊരു നിമജ്ജനം ചെയ്യാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. അതൊന്ന് കാണാൻ വേണ്ടിയിട്ടാണ് എത്ര പെട്ടെന്ന് വരുന്നത്. ഇവിടെ സൗണ്ട് കണ്ടോ, കൊട്ടണ സൗണ്ട്. വിനായക ചതുർത്ഥിയുടെ നിമജ്ജനം ചെയ്യാൻ കൊണ്ടുപോകാം. അപ്പൊ അതിന്റെ സൗണ്ടാണ് അവിടെ ബാക്കില്. വിസ്താരമായ ബിൽഡിങ്ങുകളും സ്ഥലങ്ങളൊക്കെ ഒന്ന് കണ്ടു കേട്ടോ. നല്ല മനോഹരമായ സ്ഥലങ്ങളാണ്. ഈ സിറ്റിയുടെ സിറ്റി സെന്റർ അങ്ങോട്ടുണ്ടോ. അവിടേക്ക് പോയില്ലോ നമുക്ക്. അപ്പുറത്ത് ഞങ്ങൾ ഇങ്ങനെ ഈ സിറ്റി സെന്ററിന്റെ ഭാഗത്ത് ഇങ്ങനെ നടക്കുന്നത്. അപ്പുറത്തെ ഒരു ജോർജ് ഡോഗ് ഗേറ്റ്സ് അങ്ങനെ ഒരു സ്ഥലം. പക്ഷെ അത് കുഴപ്പമില്ല, അവിടെ അത്യാവശ്യം ആളുകൾ ടൂറിസ്റ്റുകൾ കയറിപ്പോണ്ട്. അപ്പൊ ഞാനും ചെറിഞ്ഞും കൂടെ അപ്പുറത്ത് പോകാന്ന് പറഞ്ഞിട്ട് ഒന്ന് ക്രോസ് ചെയ്ത് വേണം പോകാൻ. ഞാൻ കാണിച്ചറിയ സ്ഥലം. സെന്റ് നിക്കോളാസ് ചർച്ച് ഗാർഡൻ, ജോർജ് ഡോഗ് ഗേറ്റ്സ്. ഇവിടെ പ്രത്യേകിച്ച് അങ്ങനെ ഒന്നുമില്ല, ജസ്റ്റ് ഒന്ന് കയറി എന്താ അവിടുത്തെ ഹിസ്റ്ററി നോക്കിയിട്ട് ആരോ കിടന്നിറങ്ങണ പോലെ ഇല്ലേ. ഇവിടെ പക്ഷെ പ്രത്യേകിച്ച് അങ്ങനെ ഒന്നുമില്ല കേട്ടോ. അതാ ഒരു ക്ലോക്ക് ടവർ പോലുള്ള ഒരു ബിൽഡിംഗ് അവിടെ ഉണ്ട്. പള്ളിയാണോ? പള്ളിയല്ലേ? പള്ളിയും ഇത് ഗാർഡനും. പള്ളിയുടെ എനിക്കെന്താ അത് പറയാന്ന് അറിയില്ല അതിനെ. പള്ളി അടച്ചേക്കുണ്ട്. ആ ചർച്ച് ഓപ്പൺ ആണ്. അപ്പോൾ ഉള്ളിലേക്ക് ഒന്ന് കയറി നോക്കാം എന്താ അവിടെ ഇങ്ങനെ പ്രത്യേകത എന്നുള്ളത്. ലിവർപൂൾ പാരിഷ് ചർച്ച്. ആരുമില്ലാതെ തോന്നുന്നു. ഇതോടെ ഈ സ്കോറിലൊരു സ്റ്റാച്യു കണ്ടോ, അതിൽ എഴുതിയിരിക്കണത് ഇംഗ്ലണ്ട് എക്സ്പെക്ട്സ് എവറി മാൻ ടു ഡു ഹിസ് ഡ്യൂട്ടി. ഇതിൻ്റെ ഒരു കോൺസെപ്റ്റ് എനിക്ക് എന്താ പറയുക കംപ്ലീറ്റ് ആയിട്ട് എനിക്ക് മനസ്സിലാവണില്ല എന്താന്നുള്ളത്. പക്ഷെ അല്ലേ നീ എന്ന് പറഞ്ഞ സ്ത്രീകളെ എന്നുവെച്ചാ ആണുങ്ങളുടെ ഡ്യൂട്ടീസ് അതുപോലെ നിവർത്തിക്കുകയെന്ന് വെച്ചാൽ പെണ്ണുങ്ങളെ സംരക്ഷിക്കുക, അവരുടെ നമ്മുടെ ബലം അനുസരിച്ചുള്ള നമ്മുടെ ജോലികൾ ചെയ്യുക. അങ്ങനല്ലേ? എനിക്കറിയില്ല കേട്ടോ. ചിലപ്പോൾ ആ കോൺസെപ്റ്റ് അതൊക്കെ തന്നെയാണ് ഏകദേശം. അതായത് അല്ലേ, ആണുങ്ങൾ കഷ്ടപ്പെട്ടുകൊണ്ട് അവരെ ഒന്ന് കെയർ ചെയ്യുക, സംരക്ഷിക്കുക, അങ്ങനെ എന്തൊക്കെയോ ഉള്ളൊരു കോൺസെപ്റ്റ് ആണ്. പക്ഷെ അത് എനിക്കറിയില്ല സത്യത്തിന് ഇതിന്റെ ഹിസ്റ്ററി എന്താണെന്ന് അറിയില്ല. പക്ഷെ
പണ്ട് കുറെ കാലങ്ങൾക്ക് മുമ്പൊക്കെ ഇവരിത് സ്ഥാപിച്ചതായിരിക്കും ഇതൊക്കെ. ഞാൻ ജസ്റ്റ് ഈ വഴി ഇങ്ങനെ വന്നപ്പോഴാണ് ഞാൻ ജെറിയും കൂടെ ഇങ്ങനെ നോക്കിയത് നമുക്ക് എന്താണെന്നുള്ളത്. ഹോട്ടൽ ഹൗസ്, ഇതിൻ്റെ ഉള്ളിൽ റെസ്റ്റോറൻറ്റ്സും കഫേ ഹോട്ടൽ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെയൊക്കെ. ഇവിടെ കണ്ടില്ലേ ഓഫീസ് സ്പേസ് അവൈലബിൾ ഉണ്ടാവും. ഒരു ഐഡിയ കിട്ടില്ല കേട്ടോ. ഡൗൺ ടൗൺ നമുക്ക് അവിടേക്ക് പോകണം. അവിടെ ഒരു അടിപൊളി ബൈക്ക് വരണം നമുക്ക്. ഏതാണ് ഇത്? നാട്ടിലെ KTM ആട്ടോ, കാര്യമില്ല. ലിവർപൂൾ എന്ന ഈ സ്ഥലം വളരെ അതിമനോഹരമാണ്. ഈ ഒരു സിറ്റി അവിടെ കാണാൻ നല്ല ഭംഗിയുണ്ട്. അവിടെ ഒരു ക്ലോക്ക് ടവർ ഉണ്ട്, ജോൺ സ്ട്രീറ്റ്. അവിടെ നടക്കുന്നു പോലും ഒരു രക്ഷയില്ലാത്ത എന്താ പറയാ ആർക്കിടെക്ചർ സ്റ്റൈലുകളുണ്ട് ഇവിടെയൊക്കെ. അവിടെ ഷൂട്ടിങ്, അവിടെ ഷൂട്ടിംഗ് നടക്കുന്നുണ്ട് കേട്ടോ, മൂവി ഷൂട്ടിങ്. അതൊന്നും നമുക്കൊന്നും നോക്കിയിട്ടില്ല. ഞങ്ങൾ ഇതാണ്ടോ സിറ്റി തന്നെ അവിടെ നടക്കുന്നു. ഏത് മൂവി? It's DC, so like DC? Batman. Yeah, Batman. It's part of that. ഗോതം ബോക്സ് DC ബാറ്റ്മാൻ്റെ ആണ്. ഇതോ ഗോതം ബോക്സ്. ഗൈസ്, ഇവിടെ മഴ വന്ന് തുടങ്ങിട്ടോ. അപ്പുറത്തൊരു ഷൂട്ടിംഗ് നടക്കണ്ട്. എന്തിനാണ് ഷൂട്ടിങ്ങാണത്? DC ബാറ്റ്മാൻ്റെ. DC ബാറ്റ്മാൻ്റെ ഷൂട്ടിംഗ് അത് അപ്പുറത്ത് നടക്കണ്ട്. അത് നോക്കി നിൽക്കുമ്പോഴാണ് മഴയും വന്നത്. ഇവൻ അവിടെ നോക്കി കിടന്നു ഏതെങ്കിലും ക്യാരക്ടേഴ്സിനെ ആരെങ്കിലും കാണാൻ പറ്റുമോ. പുതിയ ബാറ്റ്മാൻ കാണാൻ അല്ല എക്സ്പ്ലോർ ചെയ്യാനും വലിയതായിട്ടൊന്നും ഇല്ലായിരുന്നു. എക്സ്പ്ലോർ ചെയ്യാനൊന്നും വണ്ടികളൊക്കെ ഈ ആ സിനിമയുടെ ഷൂട്ടിങ്ങിന് വേണ്ടിയുള്ള ക്രൂസ്, പിന്നെ അതുപോലെ അതിന്റെ ഓരോ എന്താ പറയാ ക്രെയിനും ഇതാ കണ്ടില്ലേ, ക്രെയിനും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ സൈഡ്. ഒരു രക്ഷയില്ലാത്ത സ്ഥലമുണ്ടോ. പക്ഷെ ഇവിടെ ലിവർപൂള് ഈ മഴയത്ത് നനഞ്ഞ് കിടക്കാണ് ഇപ്പോ. വർക്കട നടന്നുകൊണ്ടിരിക്കുകയാണ്, അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ക്യാരക്ടർ ആകാന്നുള്ളത് കാണാൻ. ഇവിടെ കണ്ടില്ലേ, ഇവിടെ പലരും ഫോട്ടോ ഉണ്ട്. ഈ മഴയത്ത് പക്ഷെ റിസ്ക് തന്നെയാണ്. ഇത് പേ ചെയ്തിട്ട് ഒരു ഐഡിയ ഇല്ല നടക്കുക കേട്ടോ. സൈഡൊന്ന് ഗാർഡനൊക്കെ കണ്ടു. ഒരു വലിയൊരു ബിൽഡിംഗ് ആണ് കണ്ടത്. എന്താ നോക്കിട്ട് അതെന്തായിരിക്കും. പക്ഷെ പുള്ളിപ്പോ നോക്കിയോ ബർമ 1885 to സൗത്ത് ആഫ്രിക്ക. അവിടെ എഴുതി വെച്ചിരിക്കുന്നുണ്ടോ ദ കിങ്സ് ലിവർപൂൾ റെജിമെന്റ്. എന്തായിരുന്നു പണ്ടത്തെ രാജഭരണത്തിന്റെ അല്ലേ? പണ്ട് രാജഭരണം പണ്ട് രാജഭരണം ഉണ്ടായിരുന്ന കാലത്തുള്ള അന്ന് ഈ രാജ്യം എന്താ പറയാ ഇത് ഇതുണ്ട്. ഇതെല്ലാം എനിക്ക് തോന്നുന്നു അന്നത്തെ വാറുകളുണ്ട്. അഫ്ഗാനിസ്ഥാൻ, സൗത്ത് ആഫ്രിക്ക. അവിടെ മരിച്ചവർക്കുള്ള ഇതുണ്ട് അല്ലേ? അവരുടെ അതായിരിക്കും എനിക്ക് തോന്നുന്നു. ഇവിടെ പൂച്ചന്റെ ഒക്കെ ഇരിക്കുന്നുണ്ട്. ഇവിടെ കണ്ടോ ദ കിങ്സ് ലിവർപൂൾ റെജിമെന്റ്. അതായത് പണ്ട് യുദ്ധകാലങ്ങളില് എന്താ പറയാ രക്തസാക്ഷികളുടെ ഒരു മെമ്മറിക്കായിട്ടാണ്, ഒരു ഓർമ്മ പുതുക്കാനായിട്ടാണ് സത്യം പറഞ്ഞ ഇവർ ഇങ്ങനെ ഒരു സ്റ്റാച്ചു കാര്യങ്ങളൊക്കെ ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. അതിൻ്റെ ഒരു മെമ്മറിക്കായിട്ടാണ്. അത് കണ്ടില്ല ഇവിടെ പ്ലാസ്റ്റിക് പൂക്കള് റീത്തൊക്കെ കൊണ്ടുവിടെ വെച്ചിട്ടുണ്ട്. എനിക്കിത് കൃത്യമായിട്ട് അതിന്റെ ഹിസ്റ്ററി ആണെന്ന് അഫ്ഗാനിസ്ഥാൻ, ബർമ, സൗത്ത് ആഫ്രിക്ക. അഫ്ഗാനിസ്ഥാൻ അതായത് 1878 കാലങ്ങളിൽ 1800 കാലങ്ങളിലൊക്കെ നടന്ന വാറിന്റെയൊക്കെ മെമ്മറിയാണ് ഈ കാണുന്നതൊക്കെ. സൗത്ത് ആഫ്രിക്കയും അഫ്ഗാനിസ്ഥാനും. എനിക്ക് ഇതൊക്കെ കണ്ടു തോന്നുന്നത് അതായത് യുദ്ധകാലഘട്ടങ്ങളിൽ ബ്രിട്ടീഷുകാരുടെ കയ്യിലായിരുന്നല്ലോ ഇന്ത്യ. ആ സമയത്ത് ഇവിടത്തെ ഓഫീസേഴ്സ് ഓൺലി സിറ്റിസൺ അവരൊക്കെ അന്ന് ഇന്ത്യ വന്ന് മരിച്ചതിൻ്റെ യുദ്ധകാലങ്ങളിൽ മരിച്ചതിൻ്റെ ഒരു ഓർമ്മയ്ക്കായിട്ടായിരിക്കും ഇതൊക്കെ ഇവർ സ്ഥാപിച്ചിരിക്കണം. ഇവിടെ വീടിൻ്റെ പുറത്തെ ഇവിടെ കണ്ടില്ല ഇതുപോലെ ചെറിയ ചെറിയ ഒരു സെമറ്ററി
അതിൽ ഇവിടെ ഒരു സ്മാരകമൊക്കെ ഇവിടെയുണ്ട്. The commemorate all those kinsmen of the first Battalion King's Regiment who gave lost their lives serving in Northern Ireland during Operation Banner. അല്ലേ ഒരുപാട് ഗംഭീരമായിട്ടുള്ള ബിൽഡിങ്ങുകൾ എൻ്റെ പുറകെ കാണാൻ കഴിയും. അപ്പോൾ നമുക്ക് അങ്ങോട്ടൊക്കെ ഒന്ന് പോയി നോക്കിയിട്ട് വരാം. ഇതെന്താ അവിടെ ദിസ് സ്റ്റോൺ ഇൻ ദി കുറെ ഇതിന്റെ ചുറ്റും ഇതുപോലെയൊക്കെ കാണാം കേട്ടോ. എല്ലാം അങ്ങനെ വായിച്ചെടുത്ത് മനസ്സിലായിക്കൊണ്ടിരിക്കുകയാണ് എന്താന്നുള്ളത്. മഴ നിന്നുട്ടോ, മഴയില്ല ഇപ്പോൾ, അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ല. അല്ലെങ്കിൽ ഈ മഴയത്ത് ഈ ഫോൺ കൊണ്ട് എന്താ പറയുക വീഡിയോ വ്ളോഗ് ഷൂട്ട് ചെയ്യാന്നുള്ളത് ബുദ്ധിമുട്ടാണ്. ഇനി കുറച്ച് സിറ്റിയൊക്കെ എക്സ്പ്ലോർ ചെയ്തിട്ട് എല്ലാം കൂടെ നോക്കാൻ മതി. ഈ സ്ക്വയർ ഉണ്ട്, ഇത് ക്യൂൻസ് സ്ക്വയർ സെന്റർ എന്നാണ് ഇവിടെ പറയണ. കുറേ ബസ്സുകൾ, അതായത് നാട്ടിലൊക്കെ ഇല്ലേ KSRT ബസ് സ്റ്റാൻഡും ഇതുപോലെ ഓരോ ബസ് സ്റ്റാൻഡുകളും. അപ്പോൾ അതുപോലെ ഒരു സ്റ്റാൻഡാണ് അപ്പുറത്ത്. ഇതുണ്ടോ സെന്റ് ജോൺസ് ലിവർപൂൾ ഷോപ്പിംഗ് ആൻഡ് പാർക്കിംഗ്. ഇവിടെ ഷോപ്പിംഗ് സെന്റർ ഒക്കെ ഉണ്ട്. പിന്നെ കോട്ടിയാടിന്റെ ഒരു ഹോട്ടലൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. കോട്ടിയാട് ബൈ മാരിയറ്റ്, സോറി അത് മാറി. ഇത് ലിവർപൂൾ ആൽബർട്ട് പ്രിൻസ് ഇവിടെ ഉണ്ടോ. ഇതിവിടുത്തെ രാജാവിന്റെ പ്രതിമ കാണണം അല്ലേ? രാജാവിന്റെ പ്രതിമ ഇല്ല. റെഡ് റാഡിസന്റെ ഹോട്ടലാണ് അല്ലേ? റാഡിസന്റെ ഹോട്ടലാണ് കാണുന്നത്. അല്ല ഇതാണ് ഇവിടുത്തെ സിറ്റി സെന്റർ. UK ഫ്ലാഗ് ഉണ്ടോ മോള് പാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ ബിൽഡിങ്ങിന്റെ മുന്നിൽ ഇവിടുത്തെ ലിവർപൂളിലെ വായുത്താരല്ലേ, അതായത് രക്തസാക്ഷികളായിട്ട് മെമ്മറിക്കായിട്ടാണ് ഇങ്ങനെയൊക്കെ ഇവിടെ ഇതുപോലെ കുറെ ഒരു കുത്തുപണിയൊക്കെ ചെയ്ത് വെച്ചിരിക്കുന്നത്. ജെർമ്മനിയുടെ ഇടയിൽ മറ്റൊരു പണിക്ക് ഫോൺ എടുത്തു. ഇവിടെ ഒരുപാട് കുറച്ച് എന്താ പറയുക രാജ്യഗംഭീരമായ ബിൽഡിങ്ങുകൾ നമുക്ക് കാണാൻ കഴിയുകയുള്ളൂ ചുറ്റും. ഇവിടെ ഫുൾ ഇതാണ് കേട്ടോ ലിവർപൂളിന്റെ എന്താ പറയുക യുദ്ധകാലങ്ങളിലൊക്കെ ഉണ്ടായ അതിന്റെ കുറെ മെമ്മറീസ് നമുക്ക് ഇവിടെയൊക്കെ കാണാൻ കഴിയുന്നു. അപ്പുറത്ത് കണ്ടില്ല നമ്മൾ ആ രാജാവിന്റെ, അതായത് റാണിയായിരിക്കും. അപ്പുറത്തെ രാജാവ് ഇപ്പുറത്തെ റാണി, വിക്ടോറിയ എന്നാണ് അവരുടെ പേര്. ഇവിടുത്തെ ലിവർപൂളിലെ കോർപ്പറേഷനാണ്. അതായത് 34 വർഷത്തില് അവരെ എന്താ പറയാ മരിച്ച ആ ഒരു ദിനത്തിൽ സ്ഥാപിച്ചതാണ് ഈ കാണുന്ന സ്റ്റാച്ചു. പിന്നെ അതിന്റെ മുകളിൽ ഒരാൾ കയറി നിൽക്കുന്നുണ്ട്. അതൊരു സ്റ്റാച്ചു മാത്രമല്ല, ഒരു തമാശക്ക് പറഞ്ഞാൽ പക്ഷെ അവിടെ ഉണ്ടാവും. അത് പക്ഷെ ഉണ്ടാവും അറിയില്ല. അതായത് അതും ഇവിടുത്തെ ഒരു മെയിൻ പുള്ളി ആയിരിക്കും അല്ലേ. സ്ഥലത്തിന് ചുറ്റിപ്പറ്റിയിട്ട് തന്നെ അപ്പുറത്തൊരു എംപയർ തിയേറ്റർ, ഒരു തിയേറ്റർ കൂടെ ഉണ്ട് കേട്ടോ. എക്സ്പെൻസീവ് ആയിരിക്കും ടിക്കറ്റ്സ്. ലിവർപൂൾ അടിപൊളിയുണ്ടോ, അതായത് ഫുട്ബോൾ ടീമിന് മാത്രം വേണ്ടി പേര് കേട്ടതല്ല, ഇവിടുത്തെ എല്ലാം എന്താ പറയാ ലിവർപൂളിന് അഭിമാനത്തോടുകൂടെ തലപൊക്കി പിടിച്ച് ഉയർത്തി നിൽക്കണം ഓരോ ബിൽഡിങ്ങുകൾ ഇവിടെയൊക്കെ കണ്ടില്ലേ. ഒരുപാട് രാജഗംഭീരമായ എന്താ പറയാ രാജപ്രൗഢിയോടുകൂടെ കുറേ ബിൽഡിങ്ങുകൾ ഇവിടെ കൺസ്ട്രക്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കാണാൻ പക്ഷെ നല്ല ഭംഗിയുണ്ട് ഇതൊക്കെ. ഇതാ പിന്നെയും നമ്മൾ കണ്ടു അന്ന് പോർട്ട്ലാൻഡിലൊക്കെ വെച്ച് കണ്ട അതേ പക്ഷി ആ ഹാർബറിലൊക്കെ നമ്മൾ കണ്ട ഒരുപാട് മെമ്മോറിയൽ സ്റ്റാച്ചു ഇവിടെ കാണാൻ പറ്റും. ഇതാരോന്നാണ് സലമാങ്ക വിക്ടോറിയ സാൻ സെബാസ്റ്റ്യൻ. അയ്യോ അത് എഴുതിയിരിക്കണത് സ്പാനിഷിലാണോ? സ്പാനിഷ് ആണെന്ന് എനിക്ക് തോന്നുന്നു. അത് വായിച്ചിട്ട് മനസ്സിലാവും. പക്ഷെ ഇതിന്റെ മുകളിലാണ് ഞാൻ പറഞ്ഞ ഒരു മാവൻ കയറിയിരിക്കുന്നത്. പക്ഷെ ആരും അറിയുന്നില്ല ഇത് സ്പാനിഷിൽ എഴുതിയിരിക്കണം, മനസ്സിലാവുന്നില്ല. പണ്ടത്തെ കോടതി
അല്ലേ? അത് പണ്ടത്തെ കോടതി അല്ലേ? പണ്ടത്തെ കോടതിയാന്ന് പറയുന്നത് കൗണ്ടി സെഷൻസ് ഹൗസ്. ഇവിടെ കൗണ്ടി സെഷൻസ് ഹൗസ് എന്നാണല്ലോ പറയാ. എന്താണ് കോടതികൾ എന്താ പറയാ? ഓരോ റീജിയനെ കൗണ്ടിന്ന് വെച്ച് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് കൗണ്ട്. അല്ലേ? പക്ഷെ അത് എന്താ പറയുക, ഇത് ഫുട്ബോൾ കളി എന്തോ കാണാൻ വേണ്ടി അവർ പോകാന്ന് തോന്നുന്നത്. ലിവർപൂളിന്റെ അല്ല, ഇത് യൂണിഫോം ഇതല്ലല്ലോ, സോറി ജേഴ്സി ഇതല്ലല്ലോ. അങ്ങനെ തോന്നുന്നു കുറേ പേരൊക്കെ ഇവിടെ ഒരു കളി എന്തോ കാണാൻ വേണ്ടി പോകട്ടോ. അവിടെ ലിവർപൂളല്ലേ, അപ്പൊ പിന്നെ മാച്ച് എന്തെങ്കിലുമൊക്കെ ഇവിടെ കാണും. കണ്ടില്ലേ പുറകെ പുറകെ കുറേ ബസ്സാണ്. ഇതിവിടെ ടാക്സി ഉണ്ടെങ്കിൽ ഞാൻ ശ്രദ്ധിച്ചു. നല്ല കാണാൻ നോക്കിയിട്ട് വണ്ടി ചെറിയൊരു ഇവിടെ കുറെ പുറകെ പുറകെ ബസ്സുകൾ വെക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ടൂർണമെന്റ് എന്തെങ്കിലും ഉണ്ടാവും, അപ്പൊ അതിനു വേണ്ടി പോവാൻ തയ്യാറായി നിൽക്കാം. ബസ് നാട്ടിലും പിന്നെ ഒരുപാട് ബസ്സുകൾ നമ്മുടെ മറ്റേ LED ബൾബൊക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ടോ നാട്ടില് ബസ്സുകൾ? പ്രൈവറ്റ് നീല, പ്രൈവറ്റ് ബസ്സുകൾ മറ്റേ ചോപ്പ്, ആ ഇപ്പൊ കളർ കോഡായി. ഏതില്? ആ നാട്ടിലിപ്പോ വൈറ്റ് ആണ്, പക്ഷേ കളർ ബസ്സുകൾക്കെല്ലാം കളർ കോഡായിട്ട്. ഇവിടെ കണ്ടില്ലേ? കണ്ടില്ലേ ഇന്ന് ലിവർപൂളിന്റെ കളി ഉണ്ടെന്നാ തോന്നുന്നു. ഇവിടെ കണ്ടില്ല എല്ലാവരും ലിവർപൂളിന്റെ ജേഴ്സി ഇട്ട് ഇവിടെ നിൽക്കുന്നത്. ലിവർപൂൾ ഇന്ന് ഇവിടെ ലിവർപൂൾ ഇല്ല, ഇവിടെ സ്റ്റേഡിയത്ത്, അതായത് ലിവർപൂളും ആഴ്സണലും തമ്മിലുള്ള മാച്ച് ഉണ്ട് കേട്ടോ, ഫുട്ബോൾ മാച്ച് ഉണ്ട്. അതുകൊണ്ടാണ് ഇതാ എല്ലാവരും ഇവിടെ ജേഴ്സി ഇട്ടിട്ട് പോകണം. 4 മണിക്കാണ് ഇവിടെ നിന്ന് മാച്ച് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ അതുകൊണ്ടാണ് എല്ലാവരും മാക്സിമം ഇവിടെ എല്ലാവരും ഇപ്പൊ ഈ ഒരു സമയമായിപ്പോ, ഇപ്പൊ സമയം ഇവിടെ 2 മണിയോളായി, 2-2:30. 4 മണിക്കാണ് മാച്ച് സ്റ്റാർട്ട് ചെയ്യണം. അതുകൊണ്ടാണ് എല്ലാവരും അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കാൻ. ഇപ്പൊ ചോദിച്ചപ്പോഴാണ് മനസ്സിലായത് കാര്യങ്ങൾ. ഈ വഴി തന്നെ കുറേ പേര് കൊണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതുകൂടാതെ ഞാൻ കാണിച്ചു തന്നില്ലേ, അവിടെ ഒരു 3-4 ബസ്സുകളോളം പുറകെ പോയിക്കൊണ്ടിരിക്കണ്ടായിരുന്നു. കുറേ എന്താ പറയാ കാണികൾ തന്നെയാണ്. ഒരുപാട് യാത്രക്കാരുണ്ട് അവിടെ സ്റ്റേഡിയത്തിലേക്ക് പോകാനായിട്ട്. അതാണ് ആ ബസ്സുകൾ അവിടെ നിന്ന് നിരന്ന് നിൽക്കണ്ടായിരുന്നു എല്ലാവരും, എല്ലാ ബസ്സും. ഒരു വലിയൊരു പെയിന്റിങ് നോക്കും, അത്ലറ്റിന്റെ ഒരു ബിലീവ് ഇൻ യുവർ സെൽഫ്, പ്രോഗ്രസ് നോട്ട് പെർഫെക്ഷൻ, യു വിൽ നെവർ റൺ അലോൺ. ഇതൊരു മോട്ടിവേഷൻ ആണ്. ഇവിടെ സൈഡിൽ ഒരു കഫേ ഉണ്ട്. ഇവിടെ അത്യാവശ്യം നമുക്ക് എന്താ പറയുക, അവിടെ കണ്ടോ ഒരു ചാർജിങ് പോയിന്റ് ഒക്കെ ഉണ്ട്. ഇലക്ട്രിക് വെഹിക്കിൾസിനുള്ള ഒരു ചാർജിങ് പോയിന്റ്. സത്യം പറഞ്ഞത് ഒരു മോട്ടിവേഷന്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഒരു വലിയൊരു പെയിന്റിങ് തന്നെ ഒരു ചിത്രീകരിച്ചിരിക്കണം. കണ്ടോ, നമ്മളിപ്പോൾ ഏകദേശം ഇവിടെ എത്തി, സിറ്റിയിലെത്തി. അവിടെ ഒരു ക്യാസിലുണ്ട്, അപ്പുറത്ത് ക്യാസിലാണല്ലേ അത്. എല്ലാ ബിൽഡിങ്ങുകളും ഒരുപോലെ, അതുകൊണ്ട് കണ്ടിട്ട് മനസ്സിലാവും. അതോ അയ്യോ, അത് കോടതി ഒന്നുമില്ല, പ്രൈവറ്റ് അപ്പുറത്ത്. ഈ സൈഡിലേക്ക് വന്നപ്പോഴേ നല്ല ചിക്കൻ കറി അല്ലെ മസാല എന്തോ നല്ല മണം അത് വരുന്നുണ്ടായിരുന്നു. അവിടുത്തെ കഫേ റെസ്റ്റോറൻറ്റ്സ് ഇങ്ങനെ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ഉണ്ടെന്ന് തോന്നുന്നു, ശ്രദ്ധിച്ചില്ല. അപ്പൊ അവിടെ നിന്നുള്ളതായിരിക്കും. നല്ല അടിപൊളി സ്മെല്ലായിരുന്നു. എവിടെ അത്യാവശ്യം ഉണ്ടോ പിന്നെ അവിടെ ഇപ്പോഴും ഷൂട്ടിംഗ് അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഷൂട്ടിംഗ് പെട്ടെന്നൊന്നും കഴിയില്ല, ചിലപ്പോ 2-3 days ഒക്കെ അവര് അവിടെ ഷൂട്ടിംഗ് ഉണ്ടാവും. ശരി, അവിടെ അത്യാവശ്യം തിരക്കുണ്ട്. പലരും അതിലുള്ള ക്യാരക്ടേഴ്സെ കാണാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട്, ആക്ടേഴ്സ് ഒക്കെ ഉണ്ടാവില്ല, അവരെ കാണാൻ പറ്റുമെന്നുള്ളൊരു ഉത്കണ്ഠയിൽ അവിടെ നിൽക്കുകയാണ് അവര്. ഹലോ, ആ ഈ വഴി നമുക്ക് ഇങ്ങനെ
എടാ അതാ അതെന്താ സംഭവം? കളിയുടെ തോന്നുന്നല്ലേ അപ്പുറത്ത്? അല്ല, മാച്ചിന്റെ അവിടെ കുറെ ഫ്ലാഗുകളുണ്ടോ? മാച്ചിന്റെ ഭാഗത്ത് എന്തെങ്കിലാണോ? അല്ല, ഇന്ത്യയല്ലേ, ഇന്ത്യയുടെ ഫ്ലാഗ് അല്ലേ അത്? പോയി നോക്കിട്ട് പോകണം എന്തായാലും. അവിടെ എന്തോ ഒരു ഫ്ലാഗ് ഇങ്ങനെ കുറെ പേര്, പ്രൊട്ടസ്റ്റ് ആണോ ഇനി വല്ല മാച്ചാണോ ഒന്നും അറിയില്ല. പോയി നോക്കിട്ട് വരാം. മാച്ച് അല്ലല്ലോ, ക്രോസ് ചെയ്യും. ഒരു ഇറ്റാലിയൻ റെസ്റ്റോറന്റ് ആൻഡ് ബാർ. ഇവിടെയൊക്കെ കണ്ടോ ബ്ലാക്ക് ബെറിൽ കുറെ ബാറുകൾ, റെസ്റ്റോറൻറ്റ്സ്, ഗൾഫ് കൺട്രീസിന്റെ ഫ്ലാഗ്സ് ആണ്. അതല്ലേ ഉള്ള അറബികളായിരിക്കും അവിടെ. അറിയത്തില്ല, റൊട്ടിക്കും പിന്നെ അതുപോലെ മസാജ് സെന്റർ, സ്പാ കാര്യങ്ങളൊക്കെ അവിടെ ഇവിടെ പ്രവർത്തിക്കുന്നത്. ഇവര് ഡ്രസ് നോക്കി. അതെ, ഇവിടെ ഓരോരുത്തരുടെ കോസ്റ്റ്യൂം കാണാൻ നല്ല ഭംഗിയാണ്. ചിലവരെ കാസിൽ സ്ട്രീറ്റ് ആണോ ഇത്? കാസിൽ ടൗൺ ഹൗസ്, കാസിൽ സ്ട്രീറ്റ് ആണ് ഈ ഒരു സ്ഥലത്തിന് അറിയപ്പെടുന്നു. വിയറ്റ്നാമിക് ക്യൂസിന്റെ ഒരു റെസ്റ്റോറന്റ് അവിടെ കാണുന്നുണ്ടോ? ഒരു സമരം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. CPM കോൺഗ്രസ് എന്ന് തോന്നുന്നത് കണ്ടിട്ട് അല്ലേ? എന്താ നാട്ടില് CPM കോൺഗ്രസ്. പക്ഷെ ഇവിടുത്തെ സമരമുറകളൊക്കെ ഭയങ്കര ഡിഫറെന്റ് ആണോ? നാട്ടിൽ റോഡിൽ കിടന്ന് ഉരുളണ പോലെയല്ലേ ഇവിടെ. അവർ അതിൻ്റെതായ രീതിയിൽ സ്പീച്ച് കാര്യങ്ങളൊക്കെ നടത്തിയിട്ടാണ് അവിടെ സമരം ചെയ്യുന്നത്. ഐക്യദാർഢ്യമായ ഏതാ രാജ്യം? പക്ഷെ ഫ്ലാഗ് കണ്ട് എനിക്ക് മനസ്സിലാവില്ല ഏതാ രാജ്യം. ഇത് അറബ് കൺട്രീസ് അല്ല അല്ലേ? പലസ്തീൻ്റെ ഒരു പ്രൊട്ടസ്റ്റ് ആണ് നടന്നുകൊണ്ടിരിക്കണം. കുറെ ഫ്ലാഗും പിടിച്ചിട്ടുണ്ട്, പിന്നെ ബോർഡൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. And as the game was playing, performance also a miss. It was then retrieved by those in his ministry who had organised and arranged it. കംപ്ലീറ്റ് പലസ്തീൻ്റെ Because they ജനതകളാണ്. felt he was disrespecting their hard work and for organising the mass murder of journalists, along with at least 15 other people, including rescue workers. Only a couple of weeks before that, Israel murdered 5 journalists in London. അവിടെ കണ്ട ഒരു പ്രൊട്ടസ്റ്റ്, അതായത് പ്രൊട്ടസ്റ്റ് അല്ല അത്, അതായത് കുറെ പലസ്തീനിലെ ജനതകള്, അവർ ഇസ്രായേലും പലസ്തീനും അല്ല, പലസ്തീൻ ജനതകളല്ല, ഇസ്രായേൽ കാണിക്കുന്ന അതിക്രമങ്ങൾക്കെതിരെയുള്ള ഒരു പ്രതിഷേധമായിട്ട് അവർ അതാണ്. ഇപ്പൊ അറിയാലോ, ഇസ്രായേലും പലസ്തീനും അവരെ യുദ്ധവും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കണം. അപ്പോൾ അതിന്റെ ഒരു ഭാഗമായിട്ടാണ് ഇവിടെ ലിവർപൂളിൽ ഉള്ള പലസ്തീനുകള് അവരുടെ ഒരു പ്രതിഷേധമായിട്ടാണ്. ചിൽഡ്രൻ മർഡേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ ബോർഡ് വെച്ചിരിക്കുന്നത്. അപ്പൊ അത് യുദ്ധം പറയുമ്പോൾ എന്താ പറയാ, എല്ലാ രീതിയിലുള്ള അക്രമങ്ങളും അവർ അഴിച്ചുവിടും. അപ്പോ ബേബി കില്ലേഴ്സ് എന്നുള്ള ഒരു രീതിയിലാണ് ഇസ്രായേൽ അവര് മെൻഷൻ ചെയ്തുകൊണ്ടാണ് അവിടെ അവര് പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുന്നത്. തന്നെ ഇവിടെ ഇങ്ങനെ അങ്ങനെ നമുക്ക് കയറി ഇവിടെ നിന്നുള്ള വിശേഷങ്ങൾ ഇതൊക്കെയാണ്ടോ. ലിവർപൂളിലെ മാക്സിമം ഞങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുന്ന കാഴ്ചകളൊക്കെ ഞങ്ങൾ കാണിച്ചു. പിന്നെ ഹിസ്റ്ററി ആയിട്ട് ഈ വീഡിയോയിൽ അങ്ങനെ ഒന്നുമില്ല. കൂടുതലും ആ ലിവിങ് മൊമെന്റ്സ് മാത്രമാണ്, ലൈവായിട്ടുള്ള മൊമെന്റ്സ് മാത്രമാണ് ഞങ്ങൾ കാണിച്ചു തന്നത്. എന്തായാലും അവരവിടെ ഉണ്ടല്ലേ, ഇപ്പോഴും അവിടെ അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. വിനായക ചതുർത്ഥി ഗണേശോത്സവത്തിന്റെ ആ ഒരു ടീം ഉണ്ടായിരുന്നില്ല, ഇന്ത്യൻസ് കുറേ പേര്, അതിപ്പോഴും അവിടെ അതിന് പ്രോഗ്രാം കാര്യങ്ങളൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം എന്തായാലും പുതിയൊരു വ്ളോഗായിട്ട് പിന്നീട് വരുന്നതായിരിക്കും. അപ്പോൾ പുതിയ വ്ളോഗ് വരുന്നത് വരെ എല്ലാവരോടും ഒരു ഗുഡ് ബൈ.